നമസ്കാരം. ഏതൊരു ഭക്തനും ഭക്തയും നിഷ്കളങ്കമായ മനസ്സോടെയും ദേവിയിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിച്ചുകൊണ്ടും പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അവർക്ക് ഫലം നിശ്ചയം തന്നെയാണ്. ഈ അധ്യായത്തിലൂടെ അമ്മ നിങ്ങൾക്ക് നൽകുന്നതായ പ്രധാനപ്പെട്ട സന്ദേശങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ഏവരും ഒരു നിമിഷം ഓം വജ്രഘോഷം എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും മാച്ചാകുന്ന കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുക, മറ്റ് കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങളുടെ മനസ്സിൻ്റെ വേദനകൾ കേൾക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുവാനോ ആരുമില്ല എന്ന ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങളിൽ പലരും അത്തരമൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്നിവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. മറ്റുള്ളവരുടെ പ്രയാസത്തിൽ, ദുഃഖങ്ങളിൽ അവരിൽ താങ്ങും തണലുമായി നിങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. പലർക്കും ഒരു ആവശ്യമുണ്ടായപ്പോൾ നിങ്ങൾ അവർക്കൊപ്പം നിന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു. ഏവരെയും അല്ലെങ്കിൽ പല വ്യക്തികളെയും നിങ്ങൾ ഒരേപോലെ തന്നെയാണ് കണ്ടത്. അതായത് നിങ്ങളോട് വളരെയധികം അടുപ്പം പുലർത്തുന്ന ഏവരെയും ഒരേപോലെ തന്നെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾക്കൊരു പ്രയാസം വന്നപ്പോൾ ആരും നിങ്ങളെ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ പലരും നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എങ്കിലും പലരും കണ്ടില്ല എന്ന് നടിച്ചു. അപ്രകാരമാണ് കാണുവാനായി സാധിക്കുന്നത്. അല്ലെങ്കിൽ പലരും നിങ്ങളെ ഒറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതായ സാഹചര്യമുണ്ട്. ഇത് നിങ്ങൾക്ക് താങ്ങുവാൻ സാധിക്കുന്നതായ ഒരു കാര്യമല്ല എന്നുള്ളതാണ്. വലിയ വിഷമങ്ങൾ തന്നെ ജീവിതത്തിൽ ഉണ്ട്, അല്ലെങ്കിൽ അത്തരം വിഷമങ്ങളിലേക്ക് അത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നിങ്ങൾ ഇതിൽ നിന്നും പുറത്ത് കടക്കുവാൻ ശ്രമിച്ചു എങ്കിൽ പോലും അത്തരത്തിൽ പുറത്ത് കടക്കുവാൻ സാധിക്കാത്തതായ വിഷമം നിങ്ങളെ മനസ്സിലേക്ക് നിറയുന്നതായ സാഹചര്യമുണ്ട് എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. പലപ്പോഴും നിങ്ങൾക്ക് ചുറ്റുമുള്ളതായ കാര്യങ്ങൾ തന്നെ കൃത്യമായി അല്ലെങ്കിൽ വ്യക്തമായി തന്നെ ചെയ്ത് അല്ലെങ്കിൽ പൂർത്തീകരിക്കുവാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പല കാര്യങ്ങളും പൂർത്തീകരിക്കാം എന്ന് വിചാരിച്ചാൽ പോലും നടക്കാത്തതായ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട്. ഈ സാഹചര്യത്താലും മറ്റുള്ളവർ നിങ്ങളെ ഒറ്റപ്പെടുത്തുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നതായ സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ പലവിധ ജീവിത സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുന്നു എന്നുള്ളതാണ്. അതായത് ചില വിഷമകരമായ കാര്യങ്ങൾ നിങ്ങളിൽ പല വ്യക്തികളുടെയും ജീവിതത്തിലുണ്ട് എന്ന എനർജിയാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. ഇവിടെ അമ്മ നിങ്ങളോട് പറയുന്നതായ ആ പ്രധാനപ്പെട്ട സന്ദേശം ഇപ്രകാരം തന്നെയാണ്. നിങ്ങൾ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എങ്കിൽ തീർച്ചയായും അമ്മ നൽകുന്ന ഈ സന്ദേശം നിങ്ങൾക്ക് വിലപ്പെട്ടതായി മാറും. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, അമ്മ തന്നെ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന സൂചനയാണ് അർത്ഥമാക്കുവാൻ സാധിക്കുന്നത്. ഇതിനാൽ തന്നെ ഈ സന്ദേശം നിങ്ങളുടെ മുൻപിൽ എത്തിയിരിക്കുന്നത് അമ്മയുടെ കടാക്ഷത്താലും നിങ്ങൾ ഈ കാര്യങ്ങൾ അറിയണം എന്ന വ്യക്തമായ ബോധ്യത്താലുമാണ്. മറ്റുള്ളവർക്ക് നിങ്ങൾ പലവിധ സഹായങ്ങൾ ചെയ്ത് നൽകിയിട്ടുള്ളവരാണ്. ആവശ്യം വന്നപ്പോഴൊക്കെ പലരോടും നിങ്ങൾ സഹായം അങ്ങോട്ട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അവരെ സഹായിക്കാം എന്ന രീതിയിൽ പലപ്പോഴും നിങ്ങൾ സഹായം അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. ആ സമയങ്ങളിലെല്ലാം തന്നെ അവർ നിങ്ങളെ വളരെയധികം പുകഴ്ത്തി എങ്കിലും പിന്നീട് നിങ്ങൾക്കൊരു ആവശ്യം വന്നപ്പോൾ നിങ്ങൾക്ക് ചുറ്റും ആരുമില്ലാത്തതായ സാഹചര്യം, നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നതായ സാഹചര്യമാണ് ഉള്ളത് എന്ന് കാണുവാനായി സാധിക്കുന്നു. എന്നാൽ നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കരുത് എന്ന സന്ദേശം തന്നെയാണ് അമ്മ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ദേവി ശക്തി നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് തന്നെയാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. നിങ്ങളുടെ നല്ല കർമ്മങ്ങളുടെ, സൽക്കർമ്മങ്ങളുടെ ഫലം നിങ്ങൾക്ക് അനുഭവഭേദ്യമാകാൻ പോകുന്നു എന്ന സൂചന തന്നെയാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. അമ്മ നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങളെ തള്ളി പറഞ്ഞവർ തന്നെ ആ കാര്യങ്ങൾ മാറ്റി പറയുന്നതായ സാഹചര്യങ്ങൾ അമ്മയുടെ കൃപാ കടാക്ഷത്താൽ വന്നു ചേരും എന്ന് കാണുന്നു. നിങ്ങളുടെ വില അവർ മനസ്സിലാക്കുന്നതായ സാഹചര്യങ്ങൾ അവർക്ക് തന്നെ വന്നു ചേരും എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ വേദന വരാഹിദേവി അമ്മ മനസ്സിലാക്കുന്നു എന്ന കാര്യം പ്രത്യേകം ഓർക്കണം.
ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ പോലും പലരോടും നിങ്ങൾ പൊറുക്കുന്നതായ സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും ക്ഷമ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വർദ്ധിക്കുന്നതായ സാഹചര്യമുണ്ട്. ആ നല്ല മനസ്സ് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യും എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. അതിന് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരും. അതിൽ പ്രധാനമായിട്ടുള്ളത് ശക്തിയാണ്. കൂടാതെ ഊർജവും ധൈര്യവും എല്ലാം അമ്മ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എന്ന് തന്നെയാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ തന്നെ തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. കാരണം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളിൽ കുടികൊള്ളുന്നു എന്നുള്ളതാണ്. അതിനാൽ ആ കാര്യങ്ങളാൽ തന്നെ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും എന്ന് ദേവി നിങ്ങൾക്ക് സൂചനയായി നൽകുന്ന കാര്യങ്ങളാണ്. അതിനാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങൾ തയ്യാറായി ഇരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. ഈ അവസരങ്ങൾ നിങ്ങൾ കൃത്യമായി തന്നെ പ്രയോജനപ്പെടുത്തേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. വളരെയധികം ദുഃഖിച്ചിരിക്കുന്ന ഒരു അവസ്ഥ നിങ്ങളിലുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. ആ ഒരു ദുഃഖം, നിരാശ മനസ്സിൽ പിന്തുടരുന്നതായി ഇവിടെ കാണുവാനായി സാധിക്കുന്നു. വളരെയധികം ക്ഷീണം അല്ലെങ്കിൽ പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നതിനാലാകാം ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് കാണുന്നു. പ്രധാനമായും നഷ്ടപ്പെട്ടു പോയ ഒരു സ്നേഹത്തിൻ്റെ വ്യക്തിയുടെ ഓർമ്മയിൽ നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങളുണ്ട്. മനസ്സിൽ ഒളിപ്പിച്ചിരിക്കുന്നതായ വിഷമമോ അല്ലെങ്കിൽ പലർക്കും അറിയാവുന്നതായ ചില വിഷമങ്ങളോ ഉണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. ഒരു നഷ്ടബോധം പല കാര്യങ്ങളിലും നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ നന്മ പലരും തിരിച്ചറിയുകയും അത് നിങ്ങൾക്ക് ചൂഷണം ചെയ്യാൻ അല്ലെങ്കിൽ അത്തരം സാഹചര്യം ഒരുങ്ങി എന്നുള്ളതാണ്. ഈ തിരിച്ചറിവും നിങ്ങൾക്ക് വിഷമങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു നഷ്ടബോധം നിങ്ങളിൽ വർദ്ധിക്കുകയോ വന്ന് ചേരുകയോ ചെയ്തിട്ടുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഓർത്തു വയ്ക്കുവാൻ ഒരു കാലം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്തരം ചില വിഷമതകളും നിങ്ങൾക്കുണ്ട്. അതായത് ആ കാലത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പോൾ അല്പം വിഷമമുണ്ട്. ആ കാലത്ത് എത്രമേൽ സന്തോഷം അനുഭവിച്ചിരുന്നു എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം പ്രതീക്ഷകളോടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളിലേക്ക് പല അവസരങ്ങളും കടന്നു വരാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ കാത്തിരിപ്പിൻ്റെ, അതായത് ചില കാര്യങ്ങൾ നിങ്ങൾ കാത്തിരിക്കുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. അത്തരത്തിൽ ഒരു എനർജി കാണുവാൻ സാധിച്ചിട്ടുള്ളതാണ്. അത് ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ ആകാവുന്നതുമാണ്. ചില കാര്യങ്ങൾ നിങ്ങളുടെ കൈവശം എത്തിച്ചേരുവാനുള്ള സമയമായി എന്നും കാണുവാനായി സാധിക്കുന്നു. ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് ദേവി കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ചില നഷ്ടങ്ങളോ വിഷമങ്ങളോ പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായ ജോലി നിർത്തി കൊടുക്കേണ്ടതായ സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കണം. അത് ജോലിയുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ ആകാം. അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയും വീണ്ടും ചില കാര്യങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു എന്ന് കാണുന്നു. മറ്റുള്ളവർ നിങ്ങളെ ചില കാര്യങ്ങളിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. സന്തോഷിക്കുന്നതായ രീതിയിൽ ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു, ഒരുങ്ങുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. അതേപോലെ എന്തൊക്കെയോ നഷ്ടങ്ങൾ സംഭവിക്കാൻ പോകുന്നു, അത്തരത്തിലൊരു ചിന്ത നിങ്ങളിലുണ്ട്. അത് നിങ്ങളെ കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. കാരണം ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ് എന്ന ബോധ്യം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നും കാണുന്നു. കഠിനമായ പരിശ്രമങ്ങൾ നിങ്ങൾ ചില കാര്യങ്ങളിൽ നടത്താനായി ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. അർഹമായ ഫലം, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ഫലം പലപ്പോഴും ലഭിക്കാത്തതായ സാഹചര്യവും ജീവിതത്തിലുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് അർഹമായത് നിങ്ങളിലേക്ക് വന്നു ചേരും. അതിനുള്ള സമയം അല്ലെങ്കിൽ ശരിയായ സമയം ആഗതമായിരിക്കുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. വീണ്ടും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിലൂടെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾക്ക് ചുറ്റും സ്നേഹിക്കുന്നതായ ചില വ്യക്തികളുണ്ട്. അവരെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും എന്നും കാണുവാനായി സാധിക്കുന്നു. ഈ സമയം അമ്മയുടെ കടാക്ഷം, അനുഗ്രഹം നിങ്ങളിലുണ്ട്. അമ്മയുടെ സാന്നിധ്യം നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും.
അതിനാൽ തന്നെ അമ്മയെ നിത്യവും ആരാധിച്ച് അമ്മയുടെ അനുഗ്രഹം നാൾക്ക് നാൾ വർദ്ധിപ്പിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. പോസിറ്റീവായി തന്നെ ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. നെഗറ്റീവായ ചിന്തകൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്.